ഇന്ത്യ ബോട്ട് ആൻഡ് മറൈൻ ഷോയുടെ 5ാമത് പതിപ്പ് കൊച്ചിയിൽ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു ഉദ്ഘാടനം ചെയ്തു. ജലഗതാഗതവുമായി ബന്ധപ്പെട്ട 65ലേറെ സ്ഥാപനങ്ങളുടെ 115 സ്റ്റാളുകളാണ് മേളയിലുള്ളത്. രാവിലെ 11 മുതൽ 8 മണി വരെയാണ് പ്രദർശന സമയം. വിവിധ തരം ബോട്ടുകൾ, എഞ്ചിനുകൾ കളനീക്കം ചെയ്യുന്നതിനും അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കുന്നതിനുമുള്ള റിമോട്ട് കൺട്രോൾഡ് ജലയാനങ്ങൾ തുടങ്ങി വിവിധ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകളാണ് മേളയുടെ ഭാഗമായി മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നത്. പായൽ നിർമ്മാർജ്ജനം, എണ്ണ, പ്ലാസ്റ്റിക് തുടങ്ങിയ മാലിന്യങ്ങൾ ശേഖരിച്ച് നീക്കം ചെയ്യൽ, 200 കിലോ വരെയുള്ള ചരക്കു ഗതാഗതം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നതും ആളില്ലാതെ പ്രവർത്തിക്കുന്നതുമായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിത ക്ലിയർബോർഡ് ബ്രാൻഡിലുള്ള ഇലക്ട്രിക് ബോട്ടാണ് ആകർഷണങ്ങളിൽ ഒന്ന്. ബംഗളൂരുവിലെ ജിഗാനി ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിർമ്മിക്കുന്ന ക്ലിയർ ബോട്ടുകൾക്ക് കേരളത്തിൽ സാധ്യതകളേറെയാണ്. റിമോട്ടിൽ പ്രവർത്തിക്കുന്ന ആളില്ലാ ജീവൻ രക്ഷായാനങ്ങളാണ് മറ്റൊരാകർഷണം. വെള്ളത്തിൽ അപകടത്തിൽപ്പെടുന്നവരെ മനുഷ്യ സഹായമില്ലാതെ പ്രവർത്തിപ്പിക്കാവുന്ന ഇത്തരം ബോട്ടുകൾ ഉപയോഗിച്ച് രക്ഷിക്കാമെന്ന് കമ്പനി വക്താവ് മൊയ്സ് പറഞ്ഞു. അതേസമയം കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ 616 കിലോമീറ്റർ ഉൾനാടൻ ജലഗതാഗത പദ്ധതി 2024 അവസാനത്തോടെയോ 2025 തുടക്കത്തിലോ രാഷ്ട്രത്തിന് സമർപ്പിക്കാനാകുമെന്ന് മന്ത്രി ആന്റണി രാജു പറഞ്ഞു. When the waterway of Kerala, that dreams come true, all of us know that at least 1/3 of the vehicle from roads can be shifted to this waterway. So it is going to be a very effective change in the history of Kerala once if it is working out. And for the tourism sector also, without pollution, without the threat of accident, we can travel from one end to another end of Kerala. Kerala Vision News, Kochi.